പേടി ഉള്ളത്. എന്റെ ഭഗവാൻ, ഇങ്ങോട്ട് വീട്ടിൽ വരില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ ചൊറയാവും, വൈഫ് അടക്കം സീനാവും. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിന്റെ വീട്ടിന്റെ ബാക്ക് സൈഡിലുള്ള കാടില്ലേ, നീ അവിടത്തേക്ക് വാ. എനിക്ക് നിന്നെ മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ, വേറൊരാളെ എനിക്ക് ബോധിപ്പിക്കാനില്ല. നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലടാ. നീ ഇങ്ങോട്ട് വാ. ഞാൻ വരാം, ഞാൻ ആ മരത്തിന്റെ അടുത്തേക്ക് വരാം. എന്നാണ് നിന്റെ കോരോ? പക്ഷേ നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? എനിക്ക് വിശ്വാസമില്ലായിട്ടല്ല, ഈ നാട്ടുകാർ തെച്ചും നിന്നെ വെറുത്തു. പിന്നെ ഞാൻ മാത്രം എന്നാ നിന്നെ ചെയ്യണ്ടേ? നിനക്കെന്നെ അനക്ക് നിന്റെ ഇഷ്ടാടാ, അന്ന് നിന്ന് ഇഷ്ട. പക്ഷെങ്കിൽ അനക്ക് എന്നാ ചെയ്യണ്ടേ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എൻ്റെ ഭാര്യ എന്നെ വെറുത്തു, എൻ്റെ കുട്ടി എന്നെ വെറുത്തു. പക്ഷേ കുടുംബം വെറുത്തോട്ടെ, എല്ലാരും വെറുത്തോട്ടെ, നാട്ടുകാർ വെറുത്തോട്ടെ, പക്ഷേ നീ എന്നെ, ഞാൻ നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാല് വീട്ടുകാർ എന്റെ കുട്ടികൾ എന്നെ വെറുക്കോടാ. നീ എന്നെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായി പോവും. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ ഓളും മക്കളും അതല്ലടോ എന്റെ ജീവിതവും. അപ്പോ അനക്കതല്ലടോ എന്റെ ജീവിതവും. ഞാൻ പോട്ടെ. നീ പോയിക്കോ. അത് ചെങ്ങായിമാർ വിളിക്കുന്നുണ്ട്, എടുക്കട്ടെ. ഒന്ന് പോകോ. രതീശൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആരാ പറഞ്ഞേ? ഇല്ല, ഇപ്പൊ വീടോ കണ്ടിന് മുരുക ചൊറയാവുക സാരിക്കാണ് എന്റെ ചെങ്ങായില്. പക്ഷെ ഓൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്റെ ചെങ്ങായില്ലേ? നമുക്കൊക്കെ പോവാം. രാജേഷേ, അവസാന ഘട്ടം നിന്നെ നിനക്ക് കാണണം. ഞാൻ പോവാ. നീ പറഞ്ഞതുപോലെ എവിടേക്കെങ്കിലും എൻ്റെ കുടുംബത്തിന് വേണ്ട, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടാതെന്ന് ഞാന് എന്തിനാ? നിനക്കും എന്നെ വേണ്ടല്ലേ? പക്ഷെ അവസാന നിമിഷം നിന്നൊന്ന് കണ്ടിട്ട് എനിക്ക് പോണം. നിന്നോട് മാത്രമേ എനിക്ക് യാത്ര പറയാനുള്ളൂ. ഇരിക്കാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല. നീ എങ്ങനെ പോയി രക്ഷപ്പെടറാ. അവസാന ഘട്ടമായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ പറഞ്ഞില്ലേ, നീ എന്നെ വിശ്വസിക്കണം. ഞാൻ നിന്നെ വിശ്വസിച്ച കാര്യമില്ല. നാട്ടുകാർ മൊത്തം നിന്റെ കുറ്റവാളിയെ കണക്കാണെന്ന്. ഈ ചെറിയ കുട്ടീനുള്ള നീ എത്രയും ചോദിച്ചത് എന്നെ ആത്മാർത്ഥ സുഹൃത്തിന് പറഞ്ഞു. സാറേ